കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭാമയുടെ ഭീഷണിക്ക് മുമ്പിൽ വിഷ്ണുവിന് ശാലിനിയെ ഇനി ഒരിക്കലും കാണുകയില്ലെന്നും സംസാരിക്കുകയില്ലെന്നുള്ള ഒരു സത്യം ചെയ്തു കൊടുക്കേണ്ടി വരികയാണ്. ഇതെല്ലാം മുറ്റത്ത് നിൽക്കുന്ന ശാലിനി നെഞ്ചു നീർക്കൊണ്ട് കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ശാലിനി അവിടെ വന്നത് ആരും തന്നെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ വിഷ്ണു സത്യം ചെയ്തതിനു ശേഷം ഭാമ ദേഷ്യത്തിൽ അകത്തേക്ക് പോകുവാണ്. ആ സമയം എല്ലാവരുടെയും സന്തോഷമൊക്കെ അങ്ങ് ഇല്ലാണ്ടാകുവാണ്. എല്ലാവരും ആകെ സങ്കടത്തിലും വിഷമത്തിലും നിൽക്കുകയാണ്. ഈ സമയം പുറത്തു നിൽക്കുന്ന ശാലിനി തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് അവിടെ നിന്ന് പറയുക, വിഷ്ണുവേട്ടാ ഞാൻ പോകുവാണ്. വിഷ്ണുവേട്ടൻ സത്യാമ്മക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാനായിട്ട് ഒരിക്കലും ഞാൻ എൻ്റെ വിഷ്ണുവേട്ടൻ്റെ മുമ്പിലേക്ക് വരില്ല. അങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ട് ശാലിനി അവിടെ നിന്നും പോകാൻ തുടങ്ങുമായിരിക്കും. പെട്ടെന്നാണ് മുറ്റത്ത് വിഷ്ണുവിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു മാലയുണ്ടല്ലോ, കൊമ്പൊക്കെയുള്ള, അത് മുറ്റത്ത് കിടക്കുന്നത് ശാലിനി കാണുന്നത്. വിഷ്ണുവിൻ്റെ ചെരുപ്പിൻ്റെ സൈഡിലായിട്ട് തന്നെ അത് കിടക്കുവാണ്. ശാലിനി അങ്ങനെ ആ മാല എടുക്കുക. എൻ്റെ വിഷ്ണുവേട്ടൻ എന്നും കൂടെ ഉണ്ടാവും, ഈ മാല എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, അതുകൊണ്ട് ഞാനിതെടുക്കുക. അങ്ങനെ പറഞ്ഞ് ആ മാലയും ചേർത്ത് പിടിച്ച് ശാലിനി കരഞ്ഞുകൊണ്ട് പതിയെ പതിയെ അവിടെ നിന്നും പുറത്തേക്ക് പോകുവാണ്. ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരയുവാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് വിഷ്ണുവും പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്. ഈ സമയം ശാലിനി ഗേറ്റ് കടന്ന് പോയിട്ടുണ്ടാവും. എന്നാൽ വിഷ്ണുവിന് പെട്ടെന്ന് പുറത്തു വന്ന് നിന്നപ്പോൾ ശാലിനി അവിടെ എവിടെയോ ഉള്ളതുപോലെ ഒരു തോന്നുവാണ്. അങ്ങനെ ശാലിനി എന്നും പറഞ്ഞ് വിളിച്ച് മുറ്റത്തേക്ക് ഓടി ചെല്ലുന്ന വിഷ്ണുവിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്